Okay, good morning dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിബഞ്ചർ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ദ ഡിബഞ്ചർ ഈസ് പ്രീഫിക്സ്ഡ് വിത്ത് എ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ടു ഡിനോട്ട് ദ ഇൻട്രസ്റ്റ്, സേ 12%, 14%, എക്സെട്ര. അതായത് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൂപ്പൺ റേറ്റിനെ കുറിച്ചല്ലേ. ഒരു ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കടപ്പത്രമാണല്ലോ, നമ്മൾ കടമെടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പനിയുടെ സീലൊക്കെ എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അത് കടം വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പൈസ, ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനിക്ക് പൈസ തരുന്ന ടീംസിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അവർക്ക് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ പലിശയും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ സാധാരണഗതിയിൽ നിശ്ചിത ശതമാനം പലിശ ഉണ്ടായിരിക്കും. 8% ആകാം, 9% ആകാം, 10% ആകാം, 11 ആകാം, 12 ആകാം, എത്രയാകാം. അപ്പോൾ എത്ര ശതമാനമായാലും നമ്മൾ ആ ഒരു ഡിബഞ്ചറിന്, പർട്ടിക്കുലർ ഡിബഞ്ചറിന് എത്രയാണോ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തിട്ടുള്ളത്, ആ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജും കൂടെ കൂട്ടിയിട്ട് വേണം ഡിബഞ്ചറിന് നമ്മൾ വിളിക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ 12% പലിശയുള്ള ഡിബഞ്ചറാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ വിളിക്കുക? 12% ഡിബഞ്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. 14% ആണെങ്കിൽ 14% ഡിബഞ്ചേഴ്സ്. ഓക്കെ, അതാണ് അത് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നുണ്ട് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ദെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇങ്ങനെ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ 3 രീതികളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ഫോർ ക്യാഷിന് തന്നെ 2 പിന്നെ വരുന്നുണ്ട്. റിസീവ്ഡ് ഇൻ ലംസം എമൗണ്ടും റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കേസുകളാണ് നമുക്കിനി ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ എടുക്കാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്. അതിൽ എ, ഡിബഞ്ചേഴ്സ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ലംസം. അതായത് ഡിബഞ്ചറിൻ്റെ എമൗണ്ട്, ലംസം എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തത്തിൽ കിട്ടുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡിബഞ്ചർ എമൗണ്ട് റിസീവ്ഡ് ഇൻ ലംസം, അതായത് ഡിബഞ്ചർ എമൗണ്ട് മൊത്തമായിട്ട് കിട്ടുകയാണ്, കമ്പനിക്ക് മൊത്തമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഓൺ റിസീപ്റ്റ് ഓഫ് എമൗണ്ട് എലോങ് വിത്ത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ എമൗണ്ട് കിട്ടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. സെക്കൻഡ് ജേണൽ എൻട്രി ഓൺ റീഫണ്ട് ഓഫ് എക്സസ് മണി. ഇനി ഫസ്റ്റ് കിട്ടിയതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂടുതലായിട്ട് കിട്ടിയത് റീഫണ്ട് ചെയ്യാനുള്ള എൻട്രിയാണ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ. നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണോ അധികമായി വന്നിട്ടുള്ള തുക, ആ തുകയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. മൂന്നാമത്തേത് ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഈ ഒരു 3 ജേണൽ എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് കേസായിട്ടുള്ള ഡിബഞ്ചർ എമൗണ്ട് റിസീവ്ഡ് ഇൻ ലംസത്തിൻ്റെ കേസിൽ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് എമൗണ്ട് കളക്റ്റഡ് ഇൻ ലംസം. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലംസമിൽ മൊത്തമായിട്ട് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിബഞ്ചറിൻ്റെ കേസിലും വരുന്നത്. ഓക്കെ, ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലംസമ്മിൻ്റെ കേസിലുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കുക. ജാവേദ് കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 13% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. അപ്ലിക്കേഷൻസ് വെയർ റിസീവ്ഡ് ഫോർ 18,000 ഡിബഞ്ചേഴ്സ്. അതായത് ജാവേദ് കമ്പനി ഇഷ്യൂ ചെയ്തു 15,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്തു
13% ഡിബഞ്ചേഴ്സാണ്, 13% ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചേഴ്സാണ്. ഈ 13% നിങ്ങൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴാണ് മൈൻഡാക്കേണ്ടത്? എപ്പോഴെങ്കിലും നമ്മളോട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ പെർസെൻറ്റേജ് എടുത്താൽ മതി, അല്ലാത്ത സമയത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 100 രൂപ വിലയുള്ള മുഖവിലയുള്ള 15,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഷെയറുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ഫോർ ₹18,000 ഡിബഞ്ചേഴ്സ് 15,000 ആകെ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് എത്ര വന്നിട്ടുണ്ട്? 18,000 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഫുൾ എമൗണ്ട് ഈസ് കളക്റ്റഡ് എലോങ് വിത്ത് ആപ്ലിക്കേഷൻ. ആ 18,000 എമൗണ്ടും മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്തു. പാസ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബുക്കിൽ ജേർണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്? ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ്. ആപ്ലിക്കേഷൻ്റെ കൂടെ ലംസം എമൗണ്ട് കളക്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ ജേർണൽ എൻട്രി ഇപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ടാണ്, ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇവിടെ എത്രയാണ്? 13% ഡിബഞ്ചേഴ്സാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടു 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. നമുക്ക് ആകെ എത്രയാണ് എമൗണ്ട് റിസീവ്ഡ് ഓൺ 18,000 ഡിബഞ്ചേഴ്സ് അറ്റ് ₹100 ഈച്ച് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ. 18,000 ഷെയറിൻ്റെ എമൗണ്ടാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 18,000 × 100 എന്ന് പറയുമ്പോൾ 18 ലക്ഷം രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആകെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 15,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അധികം വന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 3,000 ഡിബഞ്ചേഴ്സ് അധികം വന്നിട്ടുണ്ട് അല്ലേ? 15,000 നിന്ന് 18,000 ആകുമ്പോൾ 3,000 ഡിബഞ്ചേഴ്സ് അധികം വന്നിട്ടുണ്ട്. ആ 3,000 പൈസ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ജേർണൽ എൻട്രിയാണ് അടുത്തത്. 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എൻട്രി നേരെ റിവേഴ്സ് കിട്ടും. റീഫണ്ട് ഓഫ് എക്സസ് മണി റിസീവ്ഡ് ഓൺ 3,000 ഡിബഞ്ചേഴ്സ്. അപ്പോൾ 3,000 × 100 എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. ദെൻ ഫൈനലി അലോട്ട്മെൻറ്റിൻ്റെ ആണ്. 13% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നമുക്ക് ആകെ എത്ര വേണ്ടുള്ളൂ? 15 ലക്ഷമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അലോട്ട്മെൻറ്റ് മെയ്ഡ് ഓൺ 15,000 ഡിബഞ്ചേഴ്സ് ആൻഡ് ദ എമൗണ്ട് റിസീവ്ഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 15 lakh. ഓക്കെ, ഓക്കെ, നമുക്കപ്പോൾ ഡിബഞ്ചർ എമൗണ്ട് റിസീവ്ഡ് ലംസം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ള ഡിബഞ്ചർ എമൗണ്ട് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. ഡിബഞ്ചർ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ എന്ത് ചെയ്യാണ്? റിസീവ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിബഞ്ചറിൻ്റെ ഈ ഒരു ഇഷ്യൂ നമ്മൾ ചെയ്യുന്നത്. ആ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ചെയ്തിട്ടുള്ള പേരുകൾ മാത്രമേ മാറുള്ളൂ. ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് ഇവിടെ ഡിബഞ്ചർ ആകും, ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ളത് ഇവിടെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആകും, ഷെയർ അലോട്ട്മെൻറ്റ് എന്നുള്ളത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് ആവും. എല്ലാ ജേർണൽ എൻട്രിയും സെയിം ജേർണൽ എൻട്രി തന്നെയാണ്, പക്ഷേ പേരുകൾ തമ്മിൽ എന്തുണ്ടാകും? ചെറിയൊരു മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാറാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. അതിൽ താഴെ പറയുന്ന ജേർണൽ എൻട്രീസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്താണ്? റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി ഓൺ ഡിബഞ്ചേഴ്സ്. നമ്മളിപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു? റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി ഓൺ ഷെയർസ് എന്നിരുന്നു അവിടെ വന്നിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ജേർണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എത്രയാണോ പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് അത്. ഇവിടെ ഇപ്പോൾ 14% വെറുതെ ഇട്ടതാണ്. അപ്പം നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണോ ഡിബഞ്ചറിൻ്റെ പെർസെൻറ്റേജ് ആ പെർസെൻറ്റേജ് ഇവിടെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു 14% ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. അതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിനുള്ള ജേർണൽ എൻട്രി. ഇവിടെ നമ്മൾ എമൗണ്ട് എങ്ങനെ എഴുതുന്നത്? എത്രയാണോ ഡിബഞ്ചർ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ഇൻറ്റു ഓരോ ഡിബഞ്ചറിനുള്ള പ്രൈസ് എത്രയാണെന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ജേർണൽ എൻട്രി ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുകയാണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്.
നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ഷെയർ അപ്ലിക്കേഷൻ മണി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നത്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ജേണൽ എൻട്രി പറയുന്നത് റീഫണ്ട് ഓൺ റിജക്റ്റഡ് അപ്ലിക്കേഷൻസ് ആണ്. അതായത് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ റീഫണ്ട് ഓൺ റിജക്റ്റഡ് അപ്ലിക്കേഷൻസ് അത് 14% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് അക്കൗണ്ടാണ്. 14% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നാലാമത്തെ ജേണൽ എൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എക്സസ് അപ്ലിക്കേഷൻ മണി വിത്ത് അലോട്ട്മെൻറ്റ്. ഇനി ചില കേസുകളിൽ അധികമായിട്ട് അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തിലേക്ക്, ആ പൈസ എന്തിലേക്ക് മാറ്റി വെക്കും, അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ അതിനുള്ളതാണ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ. അടുത്തത് അഞ്ചാമത്തെ ജേണൽ എൻട്രി അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ. അലോട്ട്മെൻറ്റ് എമൗണ്ട് ഡ്യൂ അതായത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയാണ്. അവിടെ ഡിബഞ്ചേഴ്സ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ അടുത്ത ജേണൽ എൻട്രി എന്താകും, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആവും അല്ലേ. നമുക്ക് നോക്കാം അടുത്ത ജേണൽ എൻട്രി. കണ്ടോ, റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണിയാണ് ആറാമത് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി ഏഴാമത്തെ എൻട്രി കോൾ മണി ഡ്യൂ ആകുന്നതാണ്. ഡിബഞ്ചേഴ്സ് കോൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അടുത്ത എട്ടാമത്തെ എന്താണ്, റെസിപ്റ്റ് ഓഫ് കോൾ മണി ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിബഞ്ചേഴ്സ് കോൾ അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ സെയിം ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് വരുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി, പേരുകൾ മാറ്റിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ജേണൽ എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കിന് പഠിക്കാം. ഓക്കെ.